ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്രീമോ ലോഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇതേപോലത്തെ ഒഴിഞ്ഞ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മെല്ല് തന്നെയാണല്ലോ കംഫർട്ടിൻ്റെ സ്മെല്ലല്ലേ. അപ്പോൾ നമ്മൾ തുണികളിൽ അലക്കി കഴിഞ്ഞാൽ തുണികളിലാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ ഈ ഒരു പച്ചവെള്ളത്തിൽ കുറച്ച് കംഫർട്ട് ഒഴിച്ചിട്ട് അടപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു വെള്ളത്തിന്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സുകളൊക്കെ അലക്കി കഴിഞ്ഞാൽ നമ്മൾ അയൺ ചെയ്ത് വെക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ കോട്ടൺ ഡ്രസ്സുകൾ, കോട്ടൻ്റെ ഷർട്ടായാലും കോട്ടൺ മാക്സി ആയാലും കോട്ടൺ ചുരിദാർ ആയാലും എല്ലാം നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്റ്റിഫായി നിൽക്കാനും അതേസമയം തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാനിതാ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു തുണീൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു സ്മെല്ല് എത്തിക്കിട്ടാനായിട്ട് പറ്റും ഇത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കോട്ടൺ ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ കേട്ടോ. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമുക്ക് പിന്നെ പെർഫ്യൂമിൻ്റെ ഒരു ആവശ്യമില്ല. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത്. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു കുഞ്ഞു ബോട്ടിൽ, വെള്ളത്തിൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, ഒരു സാധാ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു 2-3 ഹോൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, കുഞ്ഞു ഹോൾ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈ ഒരു സ്മെല്ല് നമുക്ക് എത്തിക്കിട്ടാനായിട്ട് പറ്റും നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, അതുമാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും നമ്മൾ എപ്പോഴും ഡ്രസ്സ് ഇടുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളിപ്പോൾ കംഫർട്ടാണല്ലോ ഈ ഒരു വെള്ളത്തിൽ ഒഴിച്ചിട്ട് അയൺ ചെയ്തെടുത്തത്. ഇനി മറ്റൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ വീട്ടിൽ ഉള്ള പെർഫ്യൂം ഉണ്ടാവുമല്ലോ, നമ്മൾ ഏത് പെർഫ്യൂമാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു പെർഫ്യൂം ഒരു 2 അടി അടിച്ചു കൊടുക്കട്ടെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക്. എന്നിട്ട് അടപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഈ ഒരു വെള്ളത്തിന് കിട്ടും കേട്ടോ. നമ്മൾ ഏത് സ്പ്രേ ആണോ ഇതിലോട്ടേക്ക് അടിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്മെല്ല് ഈ ഒരു വെള്ളത്തിനും കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കുറച്ച് വെള്ളം കൊണ്ടിട്ട് ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് എന്താ പറയുക അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പെർഫ്യൂം അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലർക്ക് എത്ര കുളിച്ചാലും ഭയങ്കരമായിട്ട് ഒരു വിയർപ്പ് നാറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാട്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്മെല്ലും കിട്ടും. അതുമാത്രമല്ല നമ്മുടെ കിച്ചണിൽ ചില സമയത്ത് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും. കൗണ്ടർ ടോപ്പും ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു ഏരിയയൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും. നമ്മൾ എപ്പോഴും കിച്ചണിൽ വരുന്ന സമയത്ത് ഈ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. അതേസമയം തന്നെ ഈ ഒരു ഡ്രസ്സിലും ഇതേപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്യുന്ന സമയത്ത് കേട്ടോ. എന്നാൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ മുഴുവനായിട്ടും ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും. നമ്മൾ പെർഫ്യൂം അടിക്കുന്ന സമയത്ത് അടിക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രമല്ല എത്തുള്ളൂ. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഡ്രസ്സിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു സ്മെല്ല് എത്തിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം.
അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചിരട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിരട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ചിരവിയിട്ട് ബാക്കി കുറച്ച് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ചിരട്ട കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചോറിലോട്ടേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ പെരിച്ചാഴി, എലി ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാട്ടത്. അപ്പോൾ ഈ ഒരു ചോറിലോട്ടേക്ക് ഇതാ കുറച്ച് ഹാർപ്പിക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ഗുളികയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പനീൻ്റെ പാരസെറ്റമോൾ ഗുളികകളൊക്കെ ഉണ്ടാവുമല്ലോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളിക ഇതിലേക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗുളിക ഉണ്ടെങ്കിൽ ഇതാ ഒരു പേപ്പറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 or 2 എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി ഞാനിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു ഗുളിക മാത്രമേ ഞാൻ ഇതിലോട്ടേക്ക് പൊടിച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗുളിക പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു ഇടികല്ല് വെച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു പൊടിയും കൂടെ ഞാൻ ഈ ഒരു ചോറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഹാർപ്പിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യേണ്ട കേട്ടോ. ഭയങ്കര കെമിക്കലല്ലേ ഹാർപ്പിക്ക്. അപ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കമ്പോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അതേപോലെ ഒരു കുഞ്ഞ് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ബിസ്ക്കറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരവിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ടുകൊടുത്താലും മതി, അല്ലെങ്കിൽ ശർക്കര, അങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞു ബ്രെഡ് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇത് അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തന്നെയാണ് കേട്ടോ ബ്രെഡ്, ബിസ്ക്കറ്റ്, തേങ്ങയൊക്കെ. അപ്പോൾ ഇതാ ബ്രെഡ് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സന്ധ്യാസമയത്ത് എലി വരാറുള്ള ഭാഗങ്ങളിൽ ഇതൊന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പകലൊരിക്കലും ഇത് വെക്കരുത് കേട്ടോ. എന്തെങ്കിലും ജീവികളൊക്കെ വന്ന് കഴിച്ച് ചത്തുപോകും. അപ്പോൾ സന്ധ്യാസമയം ആയി കഴിഞ്ഞാലാണ് എലികൾ കൂട്ടിൽ നിന്നും മാളത്തിൽ നിന്നും പുറത്തോട്ടേക്ക് ഭക്ഷണം തേടിയൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ഇത് കൂട്ടിൻ്റെ ആ ഒരു മാളത്തിൻ്റെ സൈഡിൽ എലി വരാറുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ വേഗത്തിൽ തന്നെ എലി വയറ് വീർത്തിട്ട് ചത്തുപോയിക്കോളൂ കേട്ടോ ഇത് ഭക്ഷിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ടും ഞാനൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇതാ ചിരട്ടൻ്റെ മുകളിൽ ഉള്ള ആ ഒരു കുഞ്ഞു ചകിരി ഉണ്ടല്ലോ, ഈ ഒരു ചകിരി ഇതാ ഇതേപോലെ ഒന്ന് കൈകൊണ്ടിട്ട് ഇങ്ങനെ പിച്ചിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളിൻ്റെ തോലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെളുത്തുള്ളിൻ്റെ തോലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സന്ധ്യാസമയത്ത് പുകയ്ക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് സന്ധ്യാസമയമായി കഴിഞ്ഞാലാണ് കൊതുകും അതേപോലെ മറ്റു പല പ്രാണികളും ഒക്കെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളോട്ടേക്ക് കയറി വരുന്ന ആ ഒരു സമയം അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പുകയിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ചകിരിയിലോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളിൻ്റെ തോലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗത്തിൽ തന്നെ ഒന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വേഗത്തിൽ തന്നെ ഒന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കർപ്പൂരം ഇട്ട് കൊടുക്കുന്നത്. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കർപ്പൂരം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അത് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഇത് കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു പുകയാണ് നമുക്കിതിനേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു പുക നമ്മുടെ വീട്ടിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ ഒന്ന് പുകയിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ കൊതുക്, പാറ്റ, പ്രാണികൾ, എന്തിനും പറയണം പാമ്പ് വരെ നമുക്ക് വീട്ടിൻ്റെ പരിസരത്ത് നിന്നും പോയി കിട്ടാനായിട്ട് പറ്റും. നമ്മളിതിൽ വെളുത്തുള്ളിൻ്റെ തോല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ 7 ജന്തുക്കൾ വരെ നമുക്ക് പോയി കിട്ടാൻ പറ്റും. വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്മെല്ല് ജന്തുക്കൾക്ക് ഭയങ്കര ഒരു അലർജിയുള്ള സ്മെല്ലാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാറാണല്ലോ പതിവ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ സന്ധ്യാസമയത്തൊന്ന് പുകയിച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് വീട്ടിൽ വരുന്ന കൊതുകിനെയും മറ്റു പ്രാണികളെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ നിന്നും വീട്ടിൻ്റെ പരിസരത്ത് നിന്നും തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ഓടിച്ച് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ. വെളുത്തുള്ളിൻ്റെ തോലൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവല്ലോ അല്ലേ, കുറച്ച് തോല് മാത്രം മതി കേട്ടോ. അപ്പോൾ സന്ധ്യാസമയത്ത് കാണുന്ന ഈ ഒരു ജീവികളെയൊക്കെ തുരത്തി ഓടിക്കാൻ ഇത് മാത്രം ചെയ്തെടുത്താൽ മതി. നമ്മൾ പുറത്തു നിന്നും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ലിക്വിഡൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ.
ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഇഞ്ചിയൊക്കെ തോല് കളയാൻ നമ്മൾ സാധാരണ കത്തിയാണല്ലോ ഉപയോഗിക്കാറില്ലേ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാട്ടത്. ബിഗിനേഴ്സിന് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്കിന്ന് കളയുന്ന സമയത്ത് വേഗത്തിൽ തന്നെ കൈക്കൊക്കെ കൊണ്ടിട്ട് കൈ മുറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് അതേപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി. മെല്ലെ ഒന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി. വേഗത്തിൽ തന്നെ ആ ഒരു സ്കിന്ന് മുഴുവനായിട്ടും റിമൂവ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചി എന്ന് പറഞ്ഞത് ആ ഒരു ഇഞ്ചിൻ്റെ പൊട്ടി വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ സ്കിന്നുണ്ടാവും. ആ ഒരു സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഒരുപാട് പ്രയാസമായിരിക്കും. കത്തി വെച്ച് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് കൊണ്ട് ചോര വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് സ്കിന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല ചെറിയ കുട്ടികൾക്ക് വരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ടത്. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. കത്തി കൈക്ക് കൊണ്ട് ചോര വരും അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ മാത്രം മതി നമുക്കിത് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഈ ഒരു ഇഞ്ചി പീസിൻ്റെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ മുഴുവനായിട്ടും കളഞ്ഞ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്കിന്നൊക്കെ കളയുക, കത്തിയൊന്നും ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാവുമ്പം രാത്രിയിൽ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ടും ജലദോഷവും അതേപോലെ ചുമയൊക്കെ ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾക്ക് കിടന്നു കഴിഞ്ഞാലായിരിക്കും ചുമ അനുഭവപ്പെടാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ ഈ ഒരു രാത്രിയിൽ കാണുന്ന ചുമയും ജലദോഷമൊക്കെ വേഗത്തിൽ തന്നെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇഞ്ചി ഇതേപോലെ ഒന്ന് ഫോർക്കിൽ കുത്തിക്കെടുക്കട്ടോ. ഇതേപോലെ കുത്തിയെടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഈ ഒരു ഇഞ്ചി കേട്ടോ. ഈ ഒരു മുകൾ ഭാഗം നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് വിക്സ് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ രാത്രിയിൽ വലിയവരായാലും അതേപോലെ കുഞ്ഞുങ്ങളായാലും ഒക്കെ ചുമക്കുന്ന സമയത്ത് ചെറിയ ചൂടിൽ ഈ ഒരു ഇഞ്ചിൻ്റെ പീസ് നമ്മുടെ തൊണ്ടയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഉണ്ടാവുന്ന ആ ഒരു ചുമയും അതേപോലെ നീർക്കെട്ടിൻ്റെ ചുമയായിരിക്കും രാത്രിയിൽ വരിക. അപ്പോൾ ആ ഒരു നീർക്കെട്ട് മൂലമുണ്ടാകുന്ന ചുമയും ജലദോഷവും തലവേദനയും എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പമ്പ കടക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ചുമയാണെങ്കിൽ നമുക്ക് തൊണ്ടൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതല്ല ഇനി തലവേദനയൊക്കെ ആണെങ്കിൽ നെറ്റിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് ചെറിയ ചൂടിൽ നമ്മുടെ സ്കിന്നിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ചെറിയ ചൂടിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താൽക്കാലികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്പാട്ടത്. അപ്പോൾ ഇഞ്ചി വീട്ടിലുള്ളവരൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ വിക്സ് തേച്ചിട്ട് ഒന്ന് വെച്ചുകൊടുത്താൽ മതി. വേഗം തന്നെ നമുക്ക് റിലീഫ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നമ്മൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ വലിയ ഉള്ളിക്കൊക്കെ വില കുറയുന്ന സമയത്ത് ഒരുപാട് ഉള്ളിയൊക്കെ വാങ്ങിച്ചു വെക്കല്ലോ അല്ലേ. വില കുറയുമ്പോഴാണല്ലോ നമ്മൾ ഒരുപാടൊക്കെ കിലോ കണക്കിനൊക്കെ വാങ്ങിച്ചു വെക്കുക. അപ്പോൾ ഇതേപോലെ കിലോ കണക്കിനൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഉള്ളിൻ്റെ ഈ ഒരു കണ്ണുഭാഗമാണ് വേഗത്തിൽ തന്നെ നമുക്ക് ചീഞ്ഞു പോവുക. അപ്പോൾ നമുക്ക് ഉള്ളി ഒരുപാട് വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടോ. ഇതേപോലെ ഒന്ന് കുത്തിയതിന് ശേഷം ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ആ ഒരു ചൂടിൽ ഈ ഒരു കണ്ണുഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. ചെറിയൊന്ന് ചൂടായാൽ മതി, ഒരുപാട് ചൂടായി കരിഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കണ്ണുഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉള്ളി വെക്കുന്ന സമയത്ത് ഒരിക്കലും ഉള്ളി ചീഞ്ഞു പോവാൻ ചാൻസ് ഇല്ല. നമ്മൾ എത്ര കിലോ കണക്കിന് ഉള്ളി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലും ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് ഉള്ളി ചെയ്യാതെ നല്ല ആവശ്യാനുസരണം നമുക്ക് ഉള്ളി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ദാ ഈ ഒരു ഉള്ളി കണ്ടില്ലേ, ഈ ഒരു കണ്ണുഭാഗം ഇതേപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. കരിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് നമുക്ക് ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരിക്കലും ഉള്ളി കേടായി പോകും എന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരിക്കലും നമുക്ക് ഉള്ളി കേടായി പോവും എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത്. അതേസമയം തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. നനവ് തട്ടിയിട്ട് വേഗത്തിൽ തന്നെ ചീഞ്ഞു പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേപോലെ വലിയ കണ്ടെയ്നറോ വലിയ ബാസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല എയർ കടക്കാൻ പാകത്തിൽ ഇതേപോലെ പരത്തി വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് കാറ്റും വെളിച്ചമുള്ളിടത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി. വേഗം തന്നെ നമുക്ക് ഉള്ളി ഒരിക്കലും കേടാവില്ല. എത്ര കാലം വേണമെങ്കിലും ഉള്ളി നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് വെള്ള വസ്ത്രങ്ങൾ പാൽ പോലെ വെട്ടിത്തിളങ്ങാനുള്ള നല്ലൊരു കിടിലൻ ട്രിക്കാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം എത്ര നമ്മൾ വെള്ള വസ്ത്രം അലക്കി കഴിഞ്ഞാലും അതിലെങ്ങനെയായാലും ആ ഒരു വൈറ്റ് അങ്ങോട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും, ഒരു മങ്ങലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു മങ്ങലൊന്നും ഇല്ലാതെ പ്യുവർ വൈറ്റായി കിട്ടാനുള്ള നല്ലൊരു കിടിലൻ ട്രിക്കാട്ടത്. അപ്പോൾ അതാ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളം ഞാനൊരു ബക്കറ്റിൽ എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് സോപ്പും പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പും പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുള്ള കേട്ടോ. അപ്പോൾ അത് ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികയാണ് കേട്ടോ. ഈ ഒരു പാരസെറ്റമോൾ ഇതാ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അത്. അപ്പോൾ ഇതാ ഈ ഒരു ഗുളിക ഒരു പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഗുളികയും അതേപോലെ സോപ്പും പൗഡറും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് വസ്ത്രം ഇതിലോട്ടേക്ക് ഇട്ട് വെക്കട്ടോ. ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കല്ലിലിട്ട് ഉരയ്ക്കുകയോ അടിക്കുകയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് കറക്കുകയോ ഒന്നും വേണ്ട. ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര മങ്ങിയിട്ടുള്ള വെള്ളവസ്ത്രമായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് തൂവെള്ളയായി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലത്തെ ടിപ്പൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പാട്ടത്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പഴയ ഒരു ടീഷർട്ടാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ടീഷർട്ടിൻ്റെ ഈ ഒരു നെക്ക് ഭാഗത്ത് ഒരുപാട് അഴുക്കുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിതിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു കോളറിൻ്റെ ഭാഗത്തും അതേപോലെ കൈയിൻ്റെ ഭാഗത്തൊക്കെ ആണല്ലോ ഒരുപാട് അഴുക്കുണ്ടാവുക. അപ്പോൾ ആ ഒരു അഴുക്കുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്ക് ചെളി പോയി കിട്ടാനായിട്ട് പറ്റും. ഇങ്ങനെ ഇളകി വരുന്നത് കാണാൻ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും, ചെളി ഇളകി വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളിക ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത് കേട്ടോ. ഇതേപോലത്തെ ടിപ്പുകളൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും ഉപകാരപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഈ ഒരു തുണി ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കഴുകിയതിന് ശേഷമുള്ള ഒരു റിസൾട്ടാട്ടോ അത്. അപ്പം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ഒരു വെള്ള വസ്ത്രം വെണ്മ കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ വെള്ള വസ്ത്രം അലക്കിയിട്ട് ഒരിക്കലും ആരെയും നടുവൊടിയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല പുതുമയോടെ വസ്ത്രങ്ങൾ തൂവെണ്മ കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.